നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്റെ പൊന്നപ്പച്ചി, അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിക്കല്ലേ. ആ പറഞ്ഞ കാര്യത്തിന് മിനിമം ആത്മാർത്ഥ വേണം. നിങ്ങളുടെ മോനെ ഒരു പെണ്ണ് കെട്ടാനുള്ള കഴിവ് പോലില്ല, പിന്നെ ആ രണ്ട്. അതുകൊണ്ടല്ലേ ലാവണി കെട്ടി 2 മാസം കഴിയാറായിട്ടും ഇയാൾ അവൾ അടുപ്പിക്കാത്ത കഴിവ് കെട്ടവൻ. ഇടയ്ക്കിടയ്ക്ക് ഇക്കാര്യം പറഞ്ഞ മുകുന്ദനെ താഴ്ത്തി കിട്ടുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അങ്ങനെയെങ്കിലും വാശി കയറി ലാവണിയെ മുകുന്ദൻ അംഗീകരിക്കണം. ദത്തം മൂങ്കുരിച്ച് നിന്നേയുള്ളൂ. മരുമോനെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മാമന് സ്വന്തം മകളുടെ കണ്ണുനീന്റെ വില എങ്ങനെ മനസ്സിലാവാനാണ്? അപ്പോഴേക്കും മുറി തുറന്ന് നീലാംബരി പുറത്തേക്ക് വന്നിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവളൊന്ന് പകച്ചു. പുതിയ വല്ല പദ്ധതിയും പ്ലാൻ ചെയ്യുകയാണോ എന്നൊരു തോന്നലുണ്ടായി അവളിൽ. നീലാംബരി മുറിയിൽ നിന്നിറങ്ങുന്ന കണ്ട തുളസി പേടിയോടെ അവൾക്കടുത്തേക്ക് വന്നു നിന്നു. നിലക്കുഞ്ഞ്, എന്തിനാ എഴുന്നേറ്റ്? പോയി കഥ കടച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഇവിടെ ഒരു പ്രശ്നമില്ല. മുത്തശ്ശനും മുത്തശ്ശി അമ്മയൊക്കെ ഉറക്കല്ലേ, മോളും പോയിക്കോ. നീലാംബരിയെ പൊതിഞ്ഞു വെക്കുമ്പോഴുള്ള സംസാരം തുളസിയിൽ നിന്ന് കേട്ടത് ലാവണിയിൽ നിന്ന് വിറച്ചു. കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോ. ഈ ഒറ്റ ഒരുത്തി കാരണം എന്റെ ജീവിതം ഇങ്ങനെയായി പോയത്. മൂന്നിട്ടിന് ഇവളല്ലേ വേണ്ട? ഒരു രാത്രി മതി കൊണ്ടുപോയിക്കോ, ആരും ചോദിക്കാൻ വരില്ല. അത് കഴിഞ്ഞാൽ തിരികെ അടുത്തേക്ക് തന്നെ വന്നേക്കണം. ലാവണി നീലാംബരി നോയി പറയുമ്പോൾ തുളസി അവൾക്ക് മുമ്പിലായി കയറി നിന്നു. ഇനിയൊരവസരം കൊടുക്കാൻ പാടില്ല. വിവാഹം എടുത്തിരിക്കുന്ന കുട്ടിയാണ്. ദുഷ്ടക്കൂട്ടങ്ങൾ അസൂയമൂത്ത് കൊത്തിപ്പറിക്കും. തുളസി ഒന്ന് ഒച്ചയെടുത്തു. അതിന് നിന്റെ കെട്ടിയോൻ ഇനിയൊരു ജന്മം കൂടി ജനിക്കണം കൊച്ചേ. നിന്റെയൊക്കെ ചാട്ടം പഴയ പോലെ നിലക്കുഞ്ഞിന് നേരെ ഉയർന്ന അടിച്ചു പല്ലു ഒഴിക്കാൻ ആണൊരുത്തം കൂടെയുണ്ട് ഇപ്പോ. അവൻ അവളെ കെട്ടി കൂടെ പൊറപ്പിച്ചോളും. നിന്റെ ഭർത്താവിന്റെ കഴിവുകേട് മാറ്റാൻ ഈ കൊച്ചിനെ അവന്റെ മുറിയിലോട്ട് വിടുന്ന എവിടുത്തെ ഏർപ്പാടാ? നോക്ക്, വിവാഹം ഉറപ്പിച്ചു വെച്ച പെങ്കൊച്ചായി നിൽക്കുന്നു. ഇനി മേലിൽ അതിന്റെ നേരെ ആരുടെയും ശബ്ദം ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടായാ അതിന്റെ അവകാശിയോടെ എല്ലാവരും സമാധാനം പറയേണ്ടി വരും. ഓർത്തു വെച്ചോ. തുളസി ഇത്രയും പറഞ്ഞിട്ടും ശശിധരനും ദത്തനും മുകുന്ദനൊന്നും മിണ്ടുന്നില്ല. ഇത് കണ്ടപ്പോൾ കൽപ്പനയ്ക്കും മായക്കും ലാവണിക്കും അരിശം കയറി. അല്ലേ, വാരു ആടി തുടങ്ങിയോ? എടി തുളസി, നിന്റെ ഈ കൊച്ചി താമസിയായി ഇങ്ങോട്ട് തന്നെ തിരികെ വരേണ്ടവളാ. ഇവള് വാഴുന്നിടം മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഏരണം കെട്ടവൾക്ക് എന്ത് കല്യാണം, എന്ത് പൊറുതി. ആരുടെ കൂടെ പുറത്താലും അവൻ ചത്തു മലക്കും. അത് നീ ഓർത്തു വെച്ചോ. കൽപ്പന നീലാംബരിയെ നോക്കി പറഞ്ഞ നിമിഷം തന്നെ ലാവണിയെ നീലാംബരിക്കടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. വേലക്കാരിയെ മുന്നിൽ നിർത്തി കുരപ്പിക്കാൻ മാത്രം വളർന്നോ നീ? നീ വലിയ റാണിയായെന്ന ഭാവമായിരിക്കുമല്ലേ? അപ്പച്ചി പറഞ്ഞ പോലെ നീ കയറി ചെന്ന് ആ വലിയ വീട് മുടിയുമ്പോ പുഴുത്ത പട്ടിയെ പോലെ നിന്നെ അവരെല്ലാം ആട്ടിപ്പായിക്കും. വേറെ നിവൃത്തിയില്ലാതെ നിന്റെ അമ്മയെ പോലെ നീ ഒരു ഭ്രാന്തിയായിട്ട് ഇവിടെ തന്നെ വരും എന്റെ കൺമുമ്പിൽ. അപ്പൊ നീ കാണും ഞാനും മൂന്നേറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. നീ കരയും. നിനക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത്. തുളസിക്ക് പുറകിൽ നിന്ന് നീലാംബരി ലാവണിക്കടുത്തേക്ക് വന്നു. ആയിക്കോട്ടെ, അത് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ എങ്ങനെയാലും ഞാൻ കയറി വരുന്ന എന്റെ സ്വന്തം തറവാട്ടിലാ. നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ വീട്ടിലാ. പിന്നെ തുളസി ഇവിടുത്തെ വേലക്കാരായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. തുളസി എന്ന് ഞാൻ വിളിക്കുന്നെങ്കിലും അത് അമ്മ തന്നെയാ. എന്തായാലും വല്ലാത്ത മനസ്സാ നിന്റേത്. ഭർത്താവിന്റെ ഏതാവശ്യം സാധിപ്പിച്ചു കൊടുക്കാനുള്ള വലിയ മനസ്സ്. നിന്റെ ഭർത്താവിന്റെ കൂടെ കിടക്കാൻ നീ വേറെ ആളെ നോക്കിക്കോ. എനിക്ക് കൂടെ കിടക്കിയപ്പോ ഒരാളുണ്ട്. നീലാംബരി അവന്റെയാ. വാശിയോടെ നില പറയുമ്പോൾ വാക്കുകൾക്കായി പരിധി ലാവണ്യ. ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ചത്തോ ദൈവമേ? ഇവിടെ നാവ് പിഴുതെടുക്കാൻ ആരുമില്ല ഇവിടെ. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ നേർക്കലേ നിന്റെ നാവ് പണ്ടേ ഉയർന്നിട്ടുള്ളൂ. ശശിയേട്ടന്റെ അടിയുടെ ചൂട് നീ മറന്നോ? വേണമെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിച്ചേക്കാം. അവള് കൂടെ കിടത്ത ഒരുത്തിന് ഒപ്പിച്ചു വെച്ചേക്കുവാ. എന്നിട്ട് എവിടെയാടി അവൻ? നിന്നെ ആരെങ്കിലും അങ്ങോട്ട് ക്ഷണിച്ചോ? അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് പറയുക വിവാഹം ഉറപ്പിച്ച പെണ്ണാണത്രേ. അതെങ്ങനെയാ? നിന്റെ തള്ളയുടെ കൈ ഒടിഞ്ഞറിഞ്ഞപ്പോ അവർക്കൊക്കെ മനസ്സിലായി കാണും. മംഗളകർമ്മങ്ങൾ കൊണ്ട് നിർത്താൻ പോലും പാടില്ലാത്ത ഏറെണ്ണം കെട്ടവളാ നീയെന്ന്. എന്നിട്ട് അവള് നിന്ന് പ്രസംഗിക്കുക. അവനെ പിടിച്ച് കൂടെ കിടത്തിക്കോ നീ. എന്റെ മൂന്നനിൽ ലാവണ്യ മതി. അവനിപ്പോ ശരീരം മേലായിട്ടാ ഇവളുടെ കൂടെ കിടക്കാത്ത. അല്ലാതെ നിന്നെ കിട്ടാത്തതിന്റെ നിരാശയൊന്നും അവനില്ല. ഇനി എങ്ങാനും നിന്റെ ഒച്ചമന്തിയാണുണ്ടല്ലോ ഈ കൽപ്പനയുടെ കൈയുടെ. കൽപ്പന നിലയ്ക്ക് നേരെ കയ്യോയിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുന്നേ രൂപം വാതിൽക്കൽ വന്നങ്ങ് നിന്നു. എല്ലാവരും അവിടേക്ക് ഒരുപോലെ നോക്കി. ജാൻ കൽപ്പന ഉയർത്തിപ്പിടിച്ച കൈ അറിയാതെ താഴേക്കിട്ടു. തൂണും ചാരി നിന്ന ശശിധരനും ദത്തിനെ ഒരു പകപ്പോടെ നിവർന്നു നിന്നു. മുകുന്ദൻ പല്ലടിച്ചുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തി. നീലാംബരിയും തുളസിയും പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. പക്ഷെ ചെക്കനാരെയും നോക്കുന്നില്ല. കയ്യിലൊരു ചെറിയ കർച്ചീഫുണ്ട്. അതൊന്ന് മടക്കിയെടുത്ത് മുഖത്ത് വെച്ച് 2-3 വട്ടം ഒന്ന് തുമ്മി. മുഖമാകെ ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ട്. ചെക്കന് നല്ല പനിയാണ്. പടിപ്പുര കഴിഞ്ഞ് വന്നപ്പോഴും ചെറുതായി മഴ നനഞ്ഞിട്ടുണ്ട്. ഒരു റെഡ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷൂവുമാണ് വേഷം. മഴ നനഞ്ഞതിന്റെ ഭാഗമായി റെഡ് ഷർട്ട് അവിടെ എവിടെയായി മെറൂൺ കളർ പോലെ തോന്നുന്നുണ്ട്. അടഞ്ഞ മൂക്കൊന്ന് വലിച്ചെടുത്ത് ശ്വസിച്ചുകൊണ്ട് അവനെ എല്ലാവരെയും നോക്കി. പിന്നെ പതിയെ നടന്നു വന്ന് നീലാംബരിക്കടുത്തേക്ക് വന്നു നിന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ കൈയിട്ട് അങ്ങനെ നിന്നു. നീലാംബരി ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കിപ്പോയി. ഇതിപ്പോ എവിടുന്ന പൊട്ടി മുളച്ചെന്ന പോലെ. പൊട്ടി മുളച്ചതല്ല, ഇവിടേക്ക് വന്നു തന്നെയാ. നീലാംബരി നോക്കി അങ്ങനെ പറഞ്ഞ ശേഷം പിന്നെ അവൻ നോക്കിയത് കൽപ്പനയാണ്. മിസ്സിസ് ശശിധരന്റെ മകന് മേനോൻ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കട്ടെ? ഞാൻ റെക്കമെൻഡ് ചെയ്യാം.
സെക്ഷുവൽ ഡിസോർഡേഴ്സിന് നല്ല ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും. അവന് കഴിവുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ അവൻ പോവേണ്ട സ്ഥലം ഹോസ്പിറ്റലാ. പിന്നെ ഈ ജാൻ നീലാംബരി കെട്ടുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൂടെ കിടത്താൻ വേണ്ടി തന്നെയാ, അല്ലാതെ സന്യസിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നിങ്ങളുടെ മകനോ അവന്റെ ഭാര്യയ്ക്കോ പരസ്പരം തൃപ്തിപ്പെടുത്താനുള്ള കഴിവില്ലെങ്കിൽ അത് അവരുടെ കഴിവുകേട്. അതിന് എന്റെ പെണ്ണിന്റെ മുറിയിലേക്ക് എത്തി നോക്കണ്ട. അവൾക്ക് വേണ്ടത് അതിൽ കൂടുതലും കൊടുക്കാൻ ഞാനിവിടെ ഉണ്ട്. അതിനുള്ള കഴിവ് എനിക്ക് കുറച്ച് കൂടുതലാ. സംശയം വല്ലതും ഉണ്ടോ മിസ് ശശിധരന്? ഉണ്ടെങ്കിൽ കെട്ടുകഴിഞ്ഞ് ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാം. നിന്റെ മുറി മുകളിലല്ലേ നില? അവസാനം ജാൻ ആ ചോദ്യം ചോദിച്ച നീലാംബരിയോടാണ്. നില ആകെ നാണം കേട്ട് തൊലിയിരിഞ്ഞ് നിന്നുപോയി. തുളസി ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരി കടിച്ചമർത്തി. യോഗമില്ലാമിണി എന്ന ഭാവത്തിൽ മായ താടിക്ക് കൈകൊടുത്ത് നിന്നു. എന്റെ പെണ്ണിന് നേർക്ക് പൊങ്ങി ഈ കൈ പിഴുതെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, സമയം തീരെയില്ല. ഒരു വരവ് ഞാൻ വരും. അന്ന് വിശദമായിട്ട് ഓരോരുത്തരെയും കാണേണ്ട പോലെ ഞാൻ കാണുന്നുണ്ട്. ഡോണ്ട് മിസ് ദാറ്റ് മൊമെന്റ് എനി ഓഫ് യു. മോഹൻ നിന്ന് പറച്ചു. നേർക്ക് നേർ ചെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിനക്കുള്ള പുറകെ വരുന്നുണ്ടടാ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ ദേഷ്യം കടിച്ചമർത്തി. എന്തെങ്കിലും ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ ആളെന്നു പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ലാതെയാവും. എല്ലാ പ്രശ്നത്തിന്റെയും മൂലകാരണം ലാവണ്യാണ്. പിന്നെ മറ്റൊന്നും ചിന്തിച്ച് സമയം കളഞ്ഞില്ല മുകുന്ദൻ. ലാവണിക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ ഇരുകവളിലും മാറി മാറി ആഞ്ഞടിച്ചു. തടയാൻ ചെന്ന കൽപ്പനയെ കാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ ശേഷം ലാവണിയെ വലിച്ചടിച്ചുകൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു. ലാവണിയുടെ അലറിക്കരച്ചിലും അടിയുടെ ഒച്ചയും പുറത്ത് മുഴങ്ങി കേട്ടു. അത് പിന്നെ അങ്ങനെയാണല്ലോ. കല്യാണത്തിന് മുമ്പ് അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ നെഞ്ചത്ത്. എല്ലാം കേട്ടിട്ടും തൂണും ചാരി നിൽക്കുന്ന ശശിധരനെ അത്രയും നോക്കി ജാനൊന്ന് പുച്ഛിച്ചു. അമ്മയുടെ? ജാൻ ചോദിക്കുമ്പോൾ ഭദ്ര ഉറങ്ങുന്ന മുറി നീലാവിനെ ചൂണ്ടിക്കാണിച്ചു. ഭദ്രയോട് യാത്ര പറഞ്ഞ് നീലാംബരിയും കൂട്ടി തിരികെ മാൻഷനിലേക്ക് പോകുമ്പോൾ ജാന്റെ ചുണ്ടിലൊരു ചിരിയാണ്. മുഖവും വലിച്ചു കയറ്റി പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളെ ഡ്രൈവിംഗിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയവൻ. ഒരു ബ്ലാക്ക് കളർ ടോപ്പും ബ്ലാക്ക് ജഗ്ഗീൻസുമാണ് പെണ്ണിന്റെ വേഷം. ഭദ്രയുടെ അടുത്ത് പോയി വിളിച്ചുകൊണ്ടിയ ശേഷം ജാൻ അവരോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അടുത്തു വന്ന് ഈ നിലയോട് അല്പം ചാടിയിട്ട് കടുപ്പിച്ചെന്ന് അവൻ പറഞ്ഞു. ഇയാളുടെ ഫോൺ എവിടെ? ഇന്ന് വരുന്നില്ലെന്ന് എന്നെ ഇൻഫോം ചെയ്യാത്തെന്താ? ഇൻഫോം ചെയ്യാൻ ഞാനെന്താ ലീവ് എടുത്താണോ? അങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. അപ്പോഴേക്ക് അവന്റെ അടുത്ത ഓർഡറും വന്നിരുന്നു. ഞാനിപ്പോ ഇറങ്ങും, എടുക്കാനുള്ള അടുത്ത് വേറെ റെഡിയായി വാ. ശരി. അവന് നോക്കി കണ്ണ് കുറിപ്പിച്ച് അവൾ വേഗം മുകളിലേക്ക് പോകുമ്പോൾ പുഞ്ചിരിയോടെ ഇരുന്ന ഭദ്രയെ നോക്കി അവനൊന്ന് കണ്ണ് ചിമ്മി. ആ പറഞ്ഞതിൻ്റെയൊക്കെ ദേഷ്യമാണ് പെണ്ണിന്റെ മുഖത്ത് ഇപ്പോൾ ഉള്ളത്. കൂടാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലാത്ത പലതും വിളിച്ചു പറഞ്ഞ് തന്നെ തൊലിയിൽ വെച്ച് നാണം കെടുത്തിയതിന്റെ പരിഭവമുണ്ട്. എന്താ മൗനവൃത്തിലാണോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ അവളെ നോക്കി ചോദിച്ചു. നിലാവനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇന്ന് നീ കാണിച്ചതിന് പണിഷ്മെന്റ് തരാനിരുന്നാ ഞാൻ. കുറച്ചു ദിവസം കഴിയട്ടെ, എല്ലാം കൂടി ചേർത്ത് ഞാൻ ഒരു 1.5 തരക്കങ്ങ് തരും കേട്ടോ. എവിടെ പെണ്ണിനൊരു കുലുക്കവും ഇല്ല. ഇവളെ ഇന്ന് ഞാൻ. അതും പറഞ്ഞ അവൻ കാറ് വേഗത്തിൽ തന്നെ ഓരം ചേർത്ത് നിർത്തി. നീല ഒരു പിടപ്പോടെ ചുറ്റും നോക്കിയ ശേഷം അവനെ നോക്കി. മിണ്ടിക്കണോ നിന്നെ? ആ വിദ്യ എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ മിണ്ടലുണ്ടാവുക. നീ കാറി കിടന്ന് പാടും കാണോ? വേണ്ട. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ പോലെ വിക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആഹാ, പെട്ടെന്ന് കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ പിന്നെ മാരേജ് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കള്ളച്ചിരിയോട് അവൻ പറയുമ്പോൾ നില കണ്ണ് കുറിപ്പിച്ചെന്ന് നോക്കി അവനെ. ഞാൻ അത്രയ്ക്ക് നിഷ്കളങ്കിയൊന്നും അല്ല മോനെ ജാൻ. അല്പം പേടിയുണ്ടെന്നേ ഉള്ളൂ. മോനെ പാട്ട് പഠിപ്പിക്കാൻ എനിക്കും കുറച്ചൊക്കെ അറിയാം. അവൾ മനസ്സിലായി ഓർത്തതും ആ മുഖത്തേക്ക് നോക്കിയൊന്ന് കണ്ണുറുക്കി അവൻ സ്വയം കവിളിൽ നാവാലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് തലയാട്ടിയ ശേഷം വണ്ടിയെടുത്തു. പോവാം. ഒരു ചിരിയോടെ അവളൊന്ന് മൂളി. കാറിൽ കേൾക്കുന്ന റൊമാൻറ്റിക് സോങ്ങിനൊത്ത് അവൻ പതിയെ ഡ്രൈവ് ചെയ്യും പോലെ തോന്നിയവൾക്ക്. സീറ്റിൽ ചാരിയിരുന്നുകൊണ്ട് വലത് കൈയിൽ സ്റ്റിയറിംഗ് ഒതുക്കി ഒരു പുഞ്ചിരിയോട് ഡ്രൈവ് ചെയ്യുകയാണ് ജാൻ. ആ ചിരിയിൽ അവൾ അങ്ങനെ കുടുങ്ങി കിടന്നുപോയി. അവൾ നോക്കുന്നറിഞ്ഞ് മുഖം തിരിച്ചൊന്ന് നോയിക്കൊണ്ട് എന്തായെന്ന് ശബ്ദമില്ലാതെ തലയുയർത്തിയെന്ന് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ വശ്യമായി പതിയെ ഒന്ന് അടച്ചു തുറന്ന് ഒന്നുമില്ലെന്ന് ചുമലുകൂച്ചി അവൾ പറയുമ്പോൾ ചുണ്ടുകൂർപ്പിച്ചൊരു മുത്തം കാണിച്ചു അവൻ. നീലനാണത്തോടെ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ അവനും ഒന്ന് ചിരിച്ചു. താൻ ഈ കാറിൽ മുമ്പൊരിക്കൽ കയറിയിട്ടുണ്ട്. ഈ ബെൻസ് കാറാണ് കിരണേട്ടനെയും തന്നെയും ആദ്യമായി കൂട്ടിയിണക്കിയവൻ. അവൾ ഏതോ ഓർമ്മയിലെന്ന പോലെ അങ്ങനെ സീറ്റിലേക്ക് ചാരിയിരുന്നു പോയി. ഇടയ്ക്കെപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എപ്പോഴോ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ സീറ്റ് പുറകിലേക്ക് ചെരിച്ച് കിടത്തിയിരിക്കുകയാണ്. അവൾ അതേ കിടപ്പിൽ കിടന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്കൊന്ന് നോക്കി. സീറ്റ് പുറകിലേക്കാക്കി ചാരി കിടക്കുകയാണ് അവനും. ഇടത് കൈ വയറിന് കുറുകെ വെച്ച് വലത് കൈ നെറ്റിക്ക് മുകളിൽ വെച്ച് നല്ല ഉറക്കമാണ് കക്ഷി. അങ്ങനെ തന്നെ കിടന്ന് ആളവനെയൊന്ന് നോക്കി.
എന്തൊരു ഭംഗിയാണ് തൻ്റെ ഉണ്ണിയേട്ടനെ കാണാൻ. ഷർട്ടിൻ്റെ സ്ലീവൊക്കെ മസിൽ മുറുകി ഇപ്പോൾ പൊട്ടു എന്ന വിധത്തിലാണുള്ളത്. ഉറങ്ങുമ്പോൾ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ പറ്റൂ. അല്ലാതെ ഇപ്പം ഇങ്ങനെ നോക്കിയാൽ തിരിച്ച് അതുപോലൊരു നോട്ടം നോക്കും. ആ നോട്ടം എനിക്ക് താങ്ങാൻ പറ്റില്ല. ജാൻ സാർ, അതെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജാൻ സാറിൽ നിന്നും തൻ്റെ ഉണ്ണിയേട്ടിലേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച പോലെ. അവൻ്റെ ഫോൺ കയ്യിലെടുത്ത് അവൾ സമയം നോക്കി. സമയം 3:30 നേരം പുലരാറായി. ഉണ്ണിയേട്ടൊന്ന് വിളിച്ചു നിർത്തിയാലോ? അവൾ മെല്ലെ അവൻ്റെ വയറിൽ വെച്ചിരുന്ന കയ്യിലേക്കും തൊട്ടു. ദൈവമേ, എന്തൊരു ചൂടാണ്! അവൾ അവൻ്റെ കവിളിൽ പതിയെ കൈവച്ച് നോക്കി, പൊള്ളുന്ന പോലെ. ജാൻ സാർ, ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ! അവളുടെ വിളിയിൽ അവനൊന്ന് ഞെരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. അവളെ നോക്കിക്കൊണ്ട് മൂരി നിവർന്നുകൊണ്ട് ഇരുവരുടെയും സീറ്റ് നേരെയാക്കിയവൻ. വയ്യണോ, വെരി ടയർഡ്. പോയാലോ? പനിയുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ്, ഇനി രാവിലെ പോവാം, കുറച്ച് ദൂരം കൂടിയുള്ളൂ. ഐ ഫെൽറ്റ് സ്ലീപ്പി. അതാ കാർ നിർത്തിയ. നോക്കുമ്പോൾ ഇവിടെ ഒരാൾ നല്ല ഉറക്ക. ഉമ്മച്ച് ഉണർത്തിയാലോന്ന് ഓർത്താ. പിന്നെ പനി പറഞ്ഞാലൊന്നും ഇത് വേണ്ടാന്ന് വെച്ചു. സീറ്റിലേക്കൊന്ന് ചാരിയിരുന്ന് കണ്ണുകളൊന്ന് ചെറുതാക്കി അവൻ പറയുമ്പോൾ അവൾ മുഖമൊന്ന് കൂർപ്പിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞു. ഓ, അതായിരുന്നു അല്ലേ? ആ പറച്ചിൽ ഒരു നിരാശയോ ഒരു പ്രതീക്ഷയൊക്കെ തെളിഞ്ഞിരിക്കുമ്പോൾ അവന് തോന്നി. ഏതായിരുന്നു? ഒരു കുറുമ്പോടെ അവനും ചോദിച്ചു. അല്ല, പനിയുള്ളതുകൊണ്ട്. ഉള്ളതുകൊണ്ട്? ഒന്നുമില്ല, നമുക്ക് പോവാം. മുഖം മാറ്റി പുറത്തേക്ക് നോക്കി അവൾ പറയുമ്പോൾ അവൻ ചെറുതായൊന്ന് ചിരിച്ചു. നീ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. തൊടാനും പിടിക്കാനും വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ കാത്തിരിപ്പിന്റെ സുഖം കൂടി അറിയണ്ടേ? വേണ്ടേ? വേണ്ടെങ്കിൽ പറ. ഈ പനിയൊന്നും എനിക്ക് പ്രശ്നമല്ല. നീ റെഡിയാണെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാ. അത്ര തന്നെയാണ് അവൾ ഉദ്ദേശിച്ചത്. അവൾ മനസ്സിൽ കണ്ടത് അവൻ മാനത്ത് കണ്ടു എന്ന് വേണം പറയാൻ. സാധാരണ തന്നെ ഒറ്റയ്ക്ക് അടുത്തിട്ടിയാൽ മിനിമം ഒന്ന് തൊടുകയെങ്കിലും പതിവാണ്. പക്ഷേ ഇന്ന് തൻ്റെ ഉണ്ണിയേട്ടം വല്ലാതെ അങ്ങ് ഡീസൻ്റായ പോലെ അവൾക്ക് തോന്നി. പനിയായതുകൊണ്ടാവുമെന്നാണ് അവൾ കരുതിയത്. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത അത്രയും ചമ്മൽ അവൾക്ക് തോന്നിയ നിമിഷം കയ്യിലേക്കൊരു ചൂട് അരിച്ചു കയറി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം പോരാ എന്ന് തോന്നി. അറിയാം, തൻ്റെ നേർക്ക് തന്നെ കൊല്ലാൻ പാത്തിനൊരു നോട്ടം അവിടെ ഉണ്ടാവുക. വലത് കൈവെള്ളയിൽ അവൻ്റെ മീശയും താടിയും കുത്തുന്നു. ഒപ്പം അവൻ്റെ ചുണ്ടുകളുടെ പൊള്ളുന്ന ചൂട്. അതറിഞ്ഞ നിമിഷം ഒരു പിടപ്പ് തോന്നി അവൾക്ക്. ഉണ്ണിയേട്ടാ, നല്ല ചൂടുണ്ട്, നമുക്ക് വേഗം പോവാം. വീട്ടിലെത്തിയിട്ട് ടാബ്ലറ്റ് കഴിക്കാം, ശ്രീയമ്മയുടെ കയ്യിലുണ്ടാവും. ഒന്ന് മൂളിയ ശേഷം അവൻ വേഗത്തിൽ തന്നെ ഡ്രൈവ് ചെയ്തു. അവളുടെ കൈ അവൻ്റെ തുടമയിൽ വെച്ച് അതിലേക്ക് ഇടത് കൈ വെച്ച് സീറ്റിലേക്ക് ചാരിയിരുന്ന് ഡ്രൈവ് ചെയ്തു അവൻ. ജാന്റെ കാറ് മാൻഷന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് എത്തി നിന്നു. നീല പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ നിമിഷം തന്നെ കാറ്റുപോലെ എന്തോന്ന് അവൾ വരിഞ്ഞു മുറുക്കിയിരുന്നു. നിലത്തു നിന്ന് ഉയർന്നു പൊങ്ങിയ ശേഷം അവൾ നിലം തൊടുമ്പോൾ മുഖമാകെ തണുത്ത ചുംബനങ്ങൾ പതിക്കുന്നുണ്ടായിരുന്നു. കണ്ണിലും കവിളിലും നെറ്റിയിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നെഞ്ചോട് ചേർക്കുന്നു. പിന്നീട് അകത്തി മാറ്റി ഉമ്മകൾ കൊണ്ട് മൂടുന്നു. വീണ്ടും നെഞ്ചിലേക്ക് അമർത്തുന്നു. അങ്ങനെ അങ്ങനെ ഒരു പിടപ്പോടെ അവൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. നിലവിളിക്കുന്നൊന്നും അവൻ കേൾക്കുന്നില്ല. പക്ഷെ അവന്റെ മനസ്സ് നിറയുമ്പോൾ തന്നെ അവളുടെ മനസ്സ് നിറയുന്ന അവൻ അറിഞ്ഞതുമില്ല. ഏറെ നേരം അവനെ മുറുകെ കെട്ടിപ്പുണർന്ന നില അതുപോലെ നിന്നു. പെട്ടെന്ന് മറ്റാരവളെ പറിച്ചെടുക്കും പോലെ വലിച്ചെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. സ്ത്രീയാണ്. സ്ത്രീ കരയുന്ന ഇരുട്ടിൽ നില കണ്ടില്ല. രാത്രി ഒരു പോൾ ഉറങ്ങാതെ പുറത്തെ കാണിൽ ജാൻ നിലയെ കൊണ്ടുവരുന്ന കാത്തിരുന്നാണ് സ്ത്രീയും കിരണും. ഇടക്ക് മഴ പെയ്യുമ്പോൾ സിറ്റൗട്ടിലേക്ക് ഓടിക്കയറും. നീലാംബരി ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു ഇരുവർക്കും. കുറച്ച് മണിക്കൂറുകൾ തന്റെ പൊന്നുമകളെക്കുറിച്ച് പറഞ്ഞു കൂട്ടിയതോർത്ത് സ്ത്രീക്ക് നെഞ്ചു പൊട്ടും പോലെ തോന്നി. കാറിൽ നിന്നിറങ്ങി നീലാംബരിയുടെ ബാഗ് പുറത്തെടുക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു ജാൻ. സ്ത്രീ കൈകൾ നീട്ടി അവൻ അടുത്തേക്ക് വിളിക്കുമ്പോൾ ബാഗ് നിലത്തായി വെച്ച് അവൻ പതിയെ അവർക്കടുത്തേക്ക് പോയി. കിരണിനെയും ജാനെയും നിലയെയും സ്ത്രീ വട്ടം പിടിച്ച് നിർത്തി. മാറി മാറി ചുംബിക്കുമ്പോൾ നീലാംബരി മാത്രം മനസ്സിൽ ചുട്ടുപൊള്ളുന്ന കുറ്റബോധവും പേറി നിന്നു. നാലുപേരുടെയും കണ്ണിൽ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ആവ്ലാതിയുടെയും നീർത്തിളക്കം അവശേഷിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് നാലുപേരെയും തഴുകി തലോടി നിന്നു. പേഴ്സ് മൂടി ഉറങ്ങുന്ന കാവ്യക്കടത്തേക്ക് വെളുപ്പിന് വന്ന് കിടന്നാണ് നില. രാവിലെ ഉണരുമ്പോൾ അടുത്ത് കിടന്നുറങ്ങുന്ന നിലയെ കണ്ട് കാവ്യൊന്ന് ഞെട്ടി. കുട്ടിയോട് ആരും ഒന്നും പറഞ്ഞിരുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന തന്റെ കൂട്ടുകാരുടെ കൗളിനെ ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് കാവ്യ എഴുന്നേറ്റിരുന്നു. നാളെ തന്റെ വിവാഹമാണ്, അതും നാദ പാരൽസിന്റെ ഓണറുമായി. ഈ വലിയ വീട്ടിൽ നാളെ മുതൽ കിരണിന്റെ ഭാര്യയായിട്ട് അവന്റെ ബെഡ്റൂമിൽ. വല്ലാത്തൊരു നാണം വന്ന് മൂടിയതും ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി. ഒരു തലോടൽ അറിഞ്ഞാണ് നീല കണ്ണുകൾ തുറന്ന് കട്ടിൽ തനിക്കരികിലായ ഒരു ചിരിയോടെ ഇരിക്കുന്ന സ്ത്രീയെ കണ്ടതും അവൾ നിറഞ്ഞ പുൻചിരിയോടെ എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി. വിളിച്ചു കഴിയും മുമ്പ് ഒരു കെട്ടിപ്പിടുത്തമാണ് കിട്ടിയത്. സ്ത്രീ അങ്ങനെ തന്നെ ഇരുന്ന് അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു. സമയം ഒത്തിരിയായി കേട്ടോ, 10 മണി കഴിഞ്ഞു. നമുക്കിന്ന് കുറേ പ്രോഗ്രാമുകളുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കണം.
കാവ്യ സ്കിൻ കെയർ ക്ലിനിക്കിൽ കൊണ്ടുപോകണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? പിന്നെ ഓർണമെന്റ്സ് ട്രൈ ചെയ്യണം. അങ്ങനെ എൻ്റെ മോള് റെഡിയല്ലേ? നീലാംബരിയുടെ തോളിൽ താടി കുത്തിവെച്ചുകൊണ്ട് സ്ത്രീയെ പറയുമ്പോൾ നിലയുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഞാൻ എപ്പോഴേ റെഡി. അമ്മയെന്ന് വിളിക്കണം, പിന്നെ ഒന്ന് കുളിക്കണം, അത്രയും വേണ്ടു. പിന്നെ ഉണ്ണിയണ്ണ കുറവുണ്ടോ ശ്രീയമ്മ? സ്ത്രീയുടെ മുഖം പിടിച്ചുയർത്തിയാണ് അവസാനം അവളെ ചോദിച്ച്. ജാനു ഓർത്ത് മനസ്സിലുണ്ടാവുന്ന ആകുലത അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നു. അപ്പോൾ പനിയുണ്ട് ഇപ്പോഴും, ടാബ്സ് കൊടുത്തു, പക്ഷെ കുറവില്ല. രണ്ടുപേരും ഒരുമിച്ചില്ല രാത്രി മഴ നനഞ്ഞ്. പിന്നെ എങ്ങനെ അവര് മാത്രം പനി പിടിച്ച്? സ്ത്രീയുടെ കുറുമ്പ് നിറഞ്ഞ ചോദ്യം കേട്ടതും നീലക്കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് സ്ത്രീയുടെ തോളിൽ മുഖം മുട്ടിച്ചു. സ്ത്രീ അവളെ പിടിച്ച് നിവർത്തിയിരുത്തി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം മൂർത്താവിൽ അമർത്തി മുത്തി. ഡോക്ടർ നമ്പൂതിരിയാന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉണ്ണിക്കുട്ടിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ മോളെ നിന്നെ. ഒരു പോറൽ പോലും ഏൽക്കാതെ നീ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിയല്ലോ. ദൈവങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തിനോ വേണ്ടി നിറയുന്ന സ്ത്രീയുടെ കണ്ണുകളിലേക്ക് ഒന്നും മനസ്സിലാവാൻ നോക്കിയിരുന്നു പോയി നില. പക്ഷെ ആ മുഖത്തെ വിഷാദം മാറ്റാനുള്ള വിദ്യ നീലാംബരിക്ക് വശമുള്ളതാണ്. കുറുമ്പോട് അവൾ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ജാതകം തമ്മിൽ ചേരില്ലെന്നും ഡോക്ടർ നമ്പൂതിരി അന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ് അടിപിടി കൂടുന്ന കപ്പിൾസ് ആയിരിക്കും ഞങ്ങള്. പറഞ്ഞ ശേഷം വായപൊത്തിച്ചിരിക്കുന്ന നിലയെ നോക്കി സ്ത്രീ ഒന്ന് ചിരിച്ചു. എങ്കിലും ഇനി നീ ഇവിടെ താമസിച്ചേ പറ്റൂ. ഉണ്ണിക്കുട്ടിനോട് വഴക്കിട്ട് പിണങ്ങിന്ന് എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം നിന്റെ സ്വന്തം വീട്ടിൽ നീ എവിടേക്ക് പോകാനാ? സ്ത്രീ മനസ്സിലായോ ഓർത്തതേ ഉള്ളൂ. മനുഷ്യനുള്ളവരെല്ലാവരും വൈകിയാണ് അന്ന് ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഷോപ്പിങ്ങിന് തിരക്കിലായി ഓരോ ദിവസം ഉറങ്ങാൻ ലേറ്റാകുന്നവർ രാവിലെ ഉണരാനും ലേറ്റാവുമായിരുന്നു. ഡൈനിങ് ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ജാനെ കാണാൻ കഴിയാത്തിൽ ഒത്തിരി സങ്കടം തോന്നി നീലാംബരിക്ക്. അവരെ താഴേക്ക് കണ്ടതേയില്ല. പനിയായതുകൊണ്ട് റെസ്റ്റിലാവുമെന്ന് അവളും കരുതി. ഫുഡിൽ കൈയിട്ടിളക്കി സ്റ്റെയറിലേക്ക് നോക്കിയിരുന്ന് നീലാംബരി. എന്താ മോളൊന്നും കഴിക്കാത്ത? ഉണ്ണിക്കുട്ടനെ കാണായിട്ടാണോ? കനകമാണത് ചോദിച്ചത്. അല്ലല്ലോ, ഞാൻ വെറുതെ. ആദ്യം അതേ എന്ന അർത്ഥത്തിലൊന്ന് പറഞ്ഞു പോയെങ്കിലും പിന്നീട് വേഗത്തിൽ തല വിലങ്ങിനെയാട്ടി അവൾ തിരുത്തി. കിരണേ, അവന് പനി കുറവില്ലേ? നീ പോയി ഒന്ന് വിളിച്ചിട്ട് വാ. ജയേന്ദ്രമേനോ കിരണിനെ നോക്കി പറയുമ്പോൾ കിരൺ അയാളെ നല്ലോണം ഒന്ന് പുച്ഛിച്ചു. അതെ, എന്നോട് വലിയ ഓർഡർ ഇടലൊന്നും ഇനി വേണ്ട കേട്ടോ. നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്റെ കല്യാണം കാലം കഴിഞ്ഞിട്ട് പഴയ പോലെ ഡാകിരണയുടെ ഏകിരണ എന്നും പറഞ്ഞു വന്നാലുണ്ടല്ലോ. കിരൺ എക്സ്പ്രഷൻ വാരി ഉതറി പറയുകയാണ്. വന്നാ നീ എന്നെ എന്ത് ചെയ്യാടാ? നീ അനുസരിക്കണ്ടടാ. പകരം നിന്റെ ഭാര്യയെ ഞാൻ എന്റെ അടിമയാക്കും. നിന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ കോളാക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ജയേന്ദ്രന് വിട്ടുകൊടുത്തില്ല. അത് വേണ്ട. എന്നോട് കളിക്കാൻ വന്നാലേ കനകം എന്ന നിങ്ങളുടെ തങ്കക്കൂടെ നിങ്ങളുടെ ബെഡ്റൂമിന്റെ പടി ചവിട്ടാത്ത വിധം പണിയാൻ തരും. അല്ല പിന്നെ ആ റൂമിന്റെ പടി ചവിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലടാ. പുരാവസ്തുവാ നിന്റെ ഗ്രാൻഡ്പ. ഈയിടെയായിട്ട് മസാജിങ് മാത്രമേ ഉള്ളൂ. കനക അത് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. നീലാംബരിക്ക് ഭക്ഷണം വിക്കി മണ്ടിൽ കയറ്റി. ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞ്? കാലും കയ്യും കഴിച്ചിട്ട് തൈലിട്ട് തിരുമുന്ന കാര്യം ഞാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാത്ത ചിരിയാ. എന്നാൽ ശരിക്കുള്ള കോമഡി കേട്ടാ വായും തുറന്നിരുന്നോളൂ എല്ലാം കൂടി. അപ്പോഴും തെളിയാത്ത മുഖമായി ശിവനാഥ് മേനോൻ മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് അതിലൊരാളായി പുഞ്ചിരിക്കുന്ന സ്ത്രീയുടെ നേരെ അതീവ ദുഃഖത്തോടെ അയാൾ നോക്കി. ഇന്നലെ വൈകുന്നേരം മുതൽ സ്ത്രീ തന്നോട് നേരെ സംസാരിക്കുന്ന പോലെ നിന്ന് അയാൾ ഓർത്തു. താൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും മുഖം തരാതെ മാറിപ്പോവുകയാണ്. രാത്രി ഉറങ്ങാൻ കൂടി ബെഡ്റൂമിൽ വന്നിട്ടില്ലെന്ന് ഓർത്തു അയാൾ. ഒരു മൈൻഡുമില്ലാതിരിക്കുന്ന സ്ത്രീയെ നോക്കിയ ശേഷം കഴിക്കൽ നിർത്തി അയാൾ എഴുന്നേറ്റു. ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്ന ശിവനാഥ് മേനോനെ നോക്കിയ ശേഷം കിരൺ നോക്കിയത് സ്ത്രീയെയാണ്. ആ കാഴ്ച സ്ത്രീയിലും അല്പം നോവ് പടർത്തിയെങ്കിലും അവരയാളുടെ പുറകെ പോവാനൊന്നും മെനക്കെട്ടില്ല. ശിവയ്ക്ക് എന്തു പറ്റി? ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ? ജയേന്ദ്രൻ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞ ശ്രീനിവാസനാണ്. അതവന്റെ അടവാ. വിവാഹം നടക്കുന്ന വീട്ടിലെ അച്ഛന്മാര് ചുമ്മാ ഇതുപോലെ ദുഃഖം അഭിനയിക്കണം. അത് നാട്ടു നടപ്പാ. ശ്രീനിവാസൻ പറയുന്നിട്ട് എല്ലാവരും ഒരുപോലെ ചിരിച്ചു. കേട്ടോ ശ്രീ, ഞാൻ ശിവയോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞേ. എന്തിനാ 2 വിവാഹങ്ങൾ ഇങ്ങനെ 2 രീതികളായിട്ട് നടത്തുന്നത്? 2 ജോഡി പെണ്ണും ചക്കിനതേ ഇപ്പൊ ഈ വീട്ടിലുണ്ട്. 4 എണ്ണത്തിനെ ഒരു ദിവസം ഒരേ മുഹൂർത്തത്തിൽ പിടിച്ചങ്ങ് കെട്ടിച്ചാതല്ലേ നല്ലതെന്ന്. സമയം ലാഭിക്കാലോ. അത് ശരിയാവില്ല ശ്രീനിയേട്ടാ. അപ്പൊ 2 ദിവസത്തെ ആഘോഷം നമ്മൾ മിസ് ചെയ്യില്ലേ? അല്ലെങ്കിൽ തന്നെ കിരണിന് കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് പ്ലാനിങ് ഒക്കെ ഉണ്ട്. നാളെ ശ്രീ പറഞ്ഞു കഴിയുമ്പോൾ കിരൺ സ്ത്രീയുടെ കയ്യിൽപ്പിച്ച് സ്ത്രീയുടെ വിളിയായിട്ട് എല്ലാവരും ഒരിക്കൽ കൂടി ചിരിച്ചു. കാവ്യ കിരണിനെ ഒന്ന് തുറച്ചു നോക്കി. സർപ്രൈസ് പൊളിഞ്ഞ കുരങ്ങനെ പോലെ കിരൺ അവളെ നോക്കി ചിരിക്കുമ്പോൾ എന്താ പ്ലാനിങ് എന്ന് അവൾ രഹസ്യമായി അവനോട് ചോദിച്ചു. അതൊന്നുമില്ലടി. നാളെ നടക്കാനിരിക്കുന്ന ഫസ്റ്റ് നൈറ്റ് ഇന്ന് രാത്രി നടത്തിയാലൊന്ന് ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ ഓക്കെ അല്ലേ? കിരൺ രഹസ്യം പോലെ അവളോട് പറഞ്ഞു. കാവ്യക്ക് ഹാരിളകി. കാര്യം ചോദിക്കാൻ ഒരുമാതിരി ഉണ്ടാക്കലേ കിരൺ. പതിയെ പറഞ്ഞ ശേഷം അവൾ ചാടിത്തൊളി വാഷ് യൂണിറ്റിലേക്ക് പോയി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും നീല സ്റ്റെയറിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു.
എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് അമുങ്ങിയിരുന്ന മാധവി നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ താനും ശ്രീനിവാസനും നീലാംബരിയും മാത്രമേ ഉള്ളൂ എന്ന് കണ്ടതും ഒളിപ്പിച്ചു വെച്ച നീളനാവ് പുറത്തേക്കിട്ടു മാധവി. നിങ്ങൾക്ക് രണ്ടുകെട്ട് ഒരുമിച്ചാണായിട്ട് സഹിക്കുന്നില്ല അല്ലേ? എന്നാലേ സ്വന്തമായിട്ട് ഒരു മോനും മോളുണ്ടല്ലോ. രണ്ടിനും പറ്റിയൊരു ചെക്കനെയും പെണ്ണിനെയും ഒപ്പിച്ചൊരു മുഹൂർത്തത്തിൽ കെട്ടിക്കാൻ നോക്ക്. അതാ ചോണ. എന്റെ മോള് ഭക്ഷണം പോലും കഴിക്കാതെ കിടപ്പാ. അവൾക്ക് പറഞ്ഞു വെച്ച ചെക്കനെയാ ഓരോരോ അഴിഞ്ഞാട്ടക്കാരികൾ വന്ന് കണ്ണുമെയ്യും കാട്ടി മയക്കിയെടുത്ത്. അവസാനത്തെ വാചകർ പറഞ്ഞ് നീലാംബരിയെ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ ഒരു ചമ്മലോടെ നോക്കിയതും നീലാംബരിയെ തന്നെയാണ്. ഭക്ഷണം കഴിക്കാതെ പ്ലേറ്റിലേക്ക് നോക്കി ഇരിപ്പാണ് അവൾ. തന്റെ ഭാര്യ പറഞ്ഞ് അവളെ വേദനിപ്പിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി. ആവണി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ? അവൾക്കുള്ള കൂടി നീ കഴിച്ചില്ലേ? പിന്നെ എന്റെ മോനെയും മോളെയും വളർത്തി ഇത്രയും വലുതാക്കാൻ അറിയാമെങ്കിൽ കെട്ടിച്ചയക്കാൻ എനിക്കറിയാം. പക്ഷേ ആദ്യം നിന്റെ കൂട്ട് വടക്ക് സ്വഭാവം മാറ്റി അവരെന്റെ വരുതിയിൽ വരട്ടെ. ഇല്ലെങ്കിലേ അവരുടെ സംബന്ധക്കൂട്ടിന് നാളെ എന്നെ കാർക്കിച്ചു തുപ്പും. ഇതുപോലൊരു മോളെ ഉണ്ടാക്കിയിട്ടതിന് അവള് മക്കളെ കെട്ടിക്കാൻ നടക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസ് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നീലാംബരിയെ നോക്കി പറഞ്ഞു. മോൾ ഇവള് പറയുന്നൊന്നും കാര്യാക്കണ്ട. കുറെ നേരം ഭക്ഷണമൊന്നും കഴിക്കാൻ സ്റ്റെയറിലേക്ക് നോക്കിയിരിക്കുന്നു. ഉണ്ണിക്കുട്ടനെ കാണാനായിട്ടാണോ? ഇനിയിപ്പോ അവന്റെ റൂമിലേക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ കേട്ടോ. അതൊന്നും ഇവിടെ ഇനി ആരും തടയില്ല. അതുകൊണ്ട് മോള് ചെന്ന് അവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്ക്. പനിയൊക്കെ കുറവുണ്ടോ എന്നൊന്ന് പോയി നോക്ക്. ശരി. ഒന്ന് കണ്ണു ചിമ്മിയാൾ അതും പറഞ്ഞ് വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ മാധവി നീലാംബരി എന്ന് കൂർപ്പിച്ച് നോക്കി. എടി കൊച്ചേ, നിന്റെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ദിവസങ്ങളുണ്ട്. തീരുമാനിച്ചുറപ്പിച്ച വിവാഹ പുഷ്പം പോലെയാ ഒരിടത്ത് മുടങ്ങുന്നു. അതുകൊണ്ട് മോളിലേക്ക് നോക്കി വെള്ളർക്കാൻ എണീറ്റ് പോകാൻ നോക്ക്. അതും പറഞ്ഞ് അവരും പോയി. നില വേഗം എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. മോളെന്താ ആലോചിക്കുന്നേ? ഉണ്ണിക്കുട്ടനെ കാണാനായിട്ടാണോ? ശിവനാഥ് മേനോനാണ്. അത് ഇന്നലെ ഉണ്ണിയായിട്ട് നല്ല പനിയുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതോർത്ത് നിന്നാ സാർ. സാറോ? എന്താ മോള് വിളിച്ച്? അത് പിന്നെ ശ്രീയമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇനി സാറെന്ന് വിളിക്കാൻ പാടില്ലെന്ന്. എനിക്കെങ്ങനെയാ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു ചമ്മലോടെ നില പറയുമ്പോൾ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ച് ശിവനാഥ് മേനോൻ. ഉണ്ണിക്കുട്ടൻ എന്നെ വിളിക്കുന്ന ഡാഡി എന്നാ. മോള് ശ്രീയ അമ്മ എന്നല്ലേ വിളിക്കാറ്. കിരണും ശ്രീയ അമ്മ എന്നാ വിളിക്കാറ്. നാദുള്ളപ്പോ നാദിനെ കിരൺ അച്ചാന്നും എന്നെ അങ്കിളേന്നും വിളിക്കും. അച്ചാന്ന് എന്നെ വിളിക്കാൻ ആരുമില്ല. അപ്പൊ മോളെന്നെ അച്ചാന്ന് വിളിച്ചോ. അവിടേക്ക് വന്ന ശ്രീ പാർവതി കാണുന്നത് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശിവനാഥ് മേനോനെയും നീലാംബരിയുമാണ്. ശ്രീ വേഗത്തിൽ ഓടിച്ച നിലയെ ചേർത്ത് പിടിച്ചു. ഒരു പൊതിഞ്ഞു പിടിക്കൽ പോലെ ശിവനാഥ് ഒരു പിടപ്പോടെ ആ കാഴ്ച നോക്കി നിന്ന് പോയി. മോളെന്താ ഇവിടെ? കൈ വാഷ് ചെയ്ത് കഴിഞ്ഞില്ലേ? കാവ്യയുടെ? ശ്രീ നിലയോട് ചോദിക്കുമ്പോഴും ശിവനാഥ് മേനോനൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. കാവ്യ റൂമിലുണ്ട്. എനിക്ക് ഉണ്ണിയേട്ടനൊന്ന് കാണണം. അതാ ശ്രീയമ്മ. ഞങ്ങളത് പറഞ്ഞെന്നാ. ഇനി മുതൽ അച്ഛാന്ന് വിളിക്കാൻ പറഞ്ഞു അച്ഛൻ. അത് കേട്ട് ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു. ശിവനാഥ് അപ്പോഴും സ്ത്രീയെ നോക്കി അങ്ങനെ നിൽപ്പാണ്. സംശയത്തിന്റെ മുൾമുനിൽ തന്നെ നോക്കിക്കാണുന്ന തന്റെ പ്രിയപ്പെട്ടവൾ. അവളെ കുറ്റം പറയാൻ കഴിയില്ല. താനും അതിന് അർഹനാണ്. കാരണം തന്റെ മനസ്സിലുള്ളത് താനും സ്ത്രീയിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ്. പറയേണ്ട സമയമാവുമ്പോൾ താൻ പറയുക തന്നെ ചെയ്യും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.